അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 14-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 13 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അഥാ ചതുർദശോധ്യായ. വ്യാസ ഉവാച. ഇതി സഞ്ചിന്യ മനസാ താനുവാച ഹസന്നിവ വഞ്ചിത മത്സ്വരൂപേണ ദൈത്യാ കിം ഗുരുണാ കില. അഹം കാവ്യോ ഗുരുശ്ചായം ദേവകാര്യപ്രസാധക. അനേന വഞ്ചിതായൂയം മദ്യാജ്യാ നാത്ര സംശയ. മാ ശ്രദ്ധധ്വം വചോസ്യാര്യ ദാംഭികോയം മദാകൃതി. അനുഗച്ഛത മാം യാജ്യാസ്ത്യജതൈനം ബൃഹസ്പതിം. ഇത്യാകർണ്യവചസ്തസ്യാ ദൃഷ്ട്വാ തൗ സദൃശൗ പുനഃ. വിസ്മയം പരമം ജഗ്മു കാവ്യോയമിതി നിശ്ചിത. സതാൻ വീക്ഷ്യ സുസംഭ്രാന്താൻ ഗുരുർവാക്യമുവാച. ഗുരുർവോ വഞ്ചയത്യേവ മദ്രൂപോയം ബൃഹസ്പതി. പ്രാപ്തോ വഞ്ചയിതും യുഷ്മാൻ ദേവകാര്യാർത്ഥസിദ്ധയേ. മാ വിശ്വാസം വചസ്തസ്യ കുരുധ്വം ദൈത്യസത്തമാ. പ്രാപ്താ വിദ്യാമയാ ശംഭോർ യുഷ്മാനധ്യാപയാമി താം. ദേവേഭ്യോ വിജയം നൂനം കരിഷ്യാമി ന സംശയാ. ഇതി ശ്രുത്വാ ഗുരോർവാക്യം
കാവ്യരൂപധരസ്യ തേ വിശ്വാസം പരമം ജഗ്മു കാവ്യോയമിതി നിശ്ചയാത് കാവ്യേന ബഹുധാ തത്ര ബോധിതാ കിലം ദാനവാ ബുഭുധുർന ഗുരോർമായാ മോഹിത കാലപര്യയാൽ ഏവം തേ നിശ്ചയം കൃത്വാ തതോ ഭാർഗവമബ്രുവൻ അയം ഗുരുർനോ ധർമാത്മാ ബുദ്ധിദശ്ച ഹിതേ രതാ ദശവർഷാണി സതതമയം നശ്ചാസ്തി ഭാർഗവ ഗച്ഛ ത്വം കുഹകോ ഭാസി നാസ്മാകം ഗുരുരപ്യുതാം ഇത്യുക്ത്വാ ഭാർഗവം മൂഢാ നിർഭൽസ്യ ച പുനഃ പുനഃ ജഗൃഹുസ്തം ഗുരും പ്രീത്യ പ്രണിപത്യാഭിവാദ്യ ച കാവ്യസ്തു തന്മയാൻ ദൃഷ്ട്വാ ചുകോപാധ ശശാപ ച ദൈത്യാൻ വിബോധിതാൻ മത്വാ ഗുരുണാ ചാതിവഞ്ചിതാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമഹാലക്ഷ്മ്യൈ നമഃ. ശ്രീമഹാകാള്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 14-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 13 കൂടിയുള്ള ശ്ലോകങ്ങളെ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ഇങ്ങനെ ചിന്തിച്ചു ശുക്രൻ ചിരിച്ചവരോടായി ചൊല്ലി, ബൃഹസ്പതിയൻ വേഷത്തിൽ വഞ്ചിച്ചുവല്ലേ. ഞാനോ ശുക്രൻ, ഇവൻ ദേവഗുരു, താനും ശിഷ്യന്മാരെ. നിങ്ങളെ ഇവൻ വഞ്ചിച്ചു സംശയമില്ല. ഇവനുടെ വാക്കു കേൾക്കരുതേ നിങ്ങൾ ശിഷ്യന്മാരെ. ഇവനെ ഉപേക്ഷിക്കുക, കേൾക്കുക എന്നെ. ഇവനുടെ രണ്ടുപേരും ഒരുപോലെ വിസ്മിതരായി ദൈത്യജനം. ബൃഹസ്പതി തന്നെ ശുക്രൻ എന്നുറപ്പിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദൈത്യന്മാരെ മോഹിപ്പിച്ചു ദേവഗുരു ചൊല്ലിയേവം. ഇവനൻ രൂപം കെട്ടിയ ബൃഹസ്പതി താൻ. ദേവകാര്യസാധ്യത്തിനായി നിങ്ങളെ വഞ്ചിക്കാനെത്തി. നിങ്ങളവനുടെ വാക്കു വിശ്വസിക്കൊല. ശിവനിൽ നിന്നുള്ള മന്ത്രവിദ്യ ഞാനും പഠിപ്പിക്കാം. ദേവന്മാരെ തോൽപ്പിച്ചിടാം, വിജയം നേടാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കാവ്യരൂപി ദേവഗുരു തന്റെ വാക്കു കേട്ടു ദൈത്യർ. കാവ്യൻ അദ്ദേഹമാണെന്നു വിശ്വസിച്ചല്ലോ. യഥാർത്ഥ
അർത്ഥകാവ്യൻ താനെന്നു പലവട്ടം പറഞ്ഞിട്ടും മായാമോഹിതരാം ദൈത്യർ വിശ്വസിച്ചില്ല. ഇങ്ങനെ നിശ്ചയിച്ചവർ ശുക്രനോടു ചൊല്ലിയേവം, ഇദ്ദേഹമാണല്ലോ ഗുരു ഹിതകാംക്ഷിയും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. 10 വർഷമായി ഞങ്ങളെ നിത്യം ഉപദേശിക്കുന്നു. വഞ്ചകനാം നീയോ ഇപ്പോൾ മടങ്ങിപ്പോകൂ. മൂഢരാം ദൈത്യരീ വിധം ശുക്രനെ ശകാരിച്ചല്ലോ. ദേവഗുരുവിനെ അവർ ആദരിച്ചല്ലോ. ദേവഗുരുവിനു വിധേയരാണല്ലോ ദൈത്യരെല്ലാം. ദേഷ്യം വന്നു ശുക്രൻ ശാപം നടത്തിയല്ലോ. ദേഷ്യം വന്നു ശുക്രൻ ശാപം നടത്തിയല്ലോ. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 372 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 14-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 13 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. ഇനി ആ ശ്ലോകങ്ങളെ, അതിൻ്റെ അർത്ഥത്തെ ആസ്വദിക്കാനുള്ളൊരു ശ്രമമാണ് ശുക്രാചാര്യരുടെ പ്രത്യാഗമനം എന്ന പേരോട് കൂടിയിട്ടുള്ള 14-ാമത്തെ അധ്യായം. അതിലാദ്യത്തെ 13 ശ്ലോകങ്ങളെ ഇപ്പോൾ നമ്മൾ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കും. വേദവ്യാസൻ ജനമേജയ മഹാരാജാവിനോട് പറയുകയാണ്, ഇതി സഞ്ചിന്യ മനസാ താനുവാച സന്നിവ വഞ്ചിത മത്സ്വരൂപേണ ദൈത്യ കിം ഗുരുണ കില. ശുക്രാചാര്യർ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ബൃഹസ്പതി തൻ്റെ ശിഷ്യന്മാരായ ദൈത്യദാനവന്മാരെ മുഴുവൻ മോഹിപ്പിച്ചിരിക്കുന്നു. അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ സമർപ്പിച്ചത്. ഇങ്ങനെ
അദ്ദേഹം ഇതി സഞ്ചിന്യ മനസാ താനുവാച സന്നിവ, ചിരിച്ചും കൊണ്ട് ശുക്രാചാര്യര് ദൈത്യന്മാരോട് പറയാണ്, ഹേ ദൈത്യന്മാരെ, വഞ്ചിത മത്സ്വരൂപേണ ദൈത്യ കിം ഗുരുണാക്കില. ബൃഹസ്പതി എൻ്റെ വേഷത്തിൽ വന്ന് നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നില്ലേ? ഞാൻ ശുക്രാചാര്യരാണ്, ഇത് ദേവകാര്യം നടത്തുന്ന ബൃഹസ്പതിയാണ്. അഹം കാവ്യോ ഗുരുശ്ചായം ദേവകാര്യപ്രസാധക അനേന വഞ്ചിതായൂയം മദ്യാജ്യ നാത്ര സംശയ. എൻ്റെ ശിഷ്യന്മാരായ നിങ്ങളെ ഇവൻ വഞ്ചിച്ചിരിക്കുന്നു, ഈ ബൃഹസ്പതി, നാത്ര സംശയ, ഒട്ടും സംശയിക്കേണ്ട. മാ ശ്രദ്ധധ്വം വചോസ്യാര്യ ദാംഭികോയം മദാകൃതി അനുഗച്ഛത മാം യാജ്യാസ്ത്യജനൈനം ബൃഹസ്പതി. നിങ്ങൾ ഇവന്റെ വാക്ക് ശ്രദ്ധിക്കരുതേ. എൻ്റെ രൂപത്തിൽ വന്ന വഞ്ചകനാണിവൻ, എൻ്റെ വേഷം കെട്ടി വന്നേക്കാണ്. ശിഷ്യന്മാരെ, ഞാൻ പറയുന്നത് കേൾക്കൂ, ഈ ബൃഹസ്പതിയെ നിങ്ങൾ ഉപേക്ഷിക്കൂ, ഇത് ദേവഗുരുവാണ്. ഇത്യാകർണ്യവചസ്തസ്യ ദൃഷ്ട്വാ തൗ സദൃശൗ പുനാ. അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടും രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നു. ഇപ്പൊ ശുക്രാചാര്യരുടെ രൂപത്തിലാണ് ദേവഗുരുവായ ബൃഹസ്പതി വന്നേക്കുന്നത്, ഒരേപോലെ. വളരെ അത്ഭുതപ്പെട്ടു വരും. വിസ്മയം പരമം ജഗ്മു കാവ്യോയമിതി നിശ്ചിത. ഒടുക്കം ഇവൻ തന്നെയാണ് കാവ്യൻ എന്ന് നിശ്ചയിച്ചു. അപ്പോ ദേവഗുരുവോ സതാൻ വീക്ഷ്യ സുസംഭ്രാന്താൻ ഗുരുർവാക്യമുവാച. ദേവഗുരുവോ ദൈത്യന്മാരെല്ലാം സംഭ്രാന്തരാണെന്ന് കണ്ടിട്ട് അവരോട് പറഞ്ഞു, ദേവഗുരു നിങ്ങളെ വഞ്ചിക്കുകയാണ്, ഇവൻ എൻ്റെ രൂപത്തിൽ വന്ന ബൃഹസ്പതിയാണ് എന്ന് ദേവഗുരു പറയുന്നു. പ്രാപ്തോ വഞ്ചയിതും യുഷ്മാൻ ദേവകാര്യാർത്ഥ സിദ്ധയേ മാ വിശ്വാസം വചസ്തസ്യ കുരുധ്വം ദൈത്യ സത്തമ. ദേവകാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങളെ വഞ്ചിക്കാൻ ഇവൻ വന്നേക്കാണ്. അതുകൊണ്ട് ദൈത്യമുഖ്യരെ, നിങ്ങൾ ഇവനെ വിശ്വസിക്കരുത്. ഞാനാണ് യഥാർത്ഥ ശുക്രാചാര്യര് എന്ന് ദേവഗുരു പറയുന്നു. പ്രാപ്ത വിദ്യ മയാ ശംഭോർയുഷ്മാനധ്യാപയാമി താം ദേവേഭ്യോ വിജയം നൂനം കരിഷ്യാമി ന സംശയാം. ശംഭുവിൽ നിന്ന്, മഹാദേവനിൽ നിന്ന് മന്ത്രവിദ്യ സ്വായത്തമാക്കിക്കൊണ്ടാണ് ഞാൻ വന്നേക്കണത്. അത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ദേവന്മാരിൽ നിന്ന് നിങ്ങൾക്ക് വിജയം നേടാനായിട്ട് സാധിക്കും. നാ സംശയ, ഒട്ടും നിങ്ങൾ സംശയിക്കേണ്ട എന്ന്. ഇത് ശ്രുത്വാ ഗുരോർവാക്യം കാവ്യരൂപധരസ്യത്തെ വിശ്വാസം പരമം ജഗ്മു കാവ്യോയമിതി നിശ്ചയാത്. ഇങ്ങനെ കാവ്യന്റെ രൂപത്തിൽ, ശുക്രന്റെ രൂപത്തിൽ ദേവഗുരു പറഞ്ഞത് കേട്ടപ്പോ ദൈത്യന്മാര് ഇദ്ദേഹം തന്നെയാണ് സാക്ഷാൽ ശുക്രാചാര്യര് എന്ന് ഉറച്ച് വിശ്വസിച്ചു. ഇപ്പൊ സത്യത്തിൽ ദേവഗുരു വഞ്ചിക്കുകയാണ് ചെയ്യണത്. ദേവഗുരു പറയാണ് ഞാനാണ് ശുക്രാചാര്യൻ എന്ന് പറഞ്ഞപ്പോൾ ദേവഗുരുവിന്റെ വാക്കുകളെ ദൈത്യന്മാര്, ദാനവന്മാര് അംഗീകരിച്ചു, അവർ വിശ്വസിച്ചു. അപ്പോ കാവ്യേന ബഹുധാ തത്രാ ബോധിതാ കില ദാനവ. യഥാർത്ഥ കാവ്യൻ, യഥാർത്ഥ ശുക്രാചാര്യൻ ഞാനാണ് എന്ന് പല രൂപത്തിൽ, ബഹുധാ തത്ര ബോധിത, പല രൂപത്തിൽ അതിനെ ബോധിപ്പിക്കാൻ, ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ശുക്രാചാര്യര്. എങ്കിലും ബുബുധുർന്ന ഗുരോർമായ മോഹിത കാലപര്യയ, ദേവഗുരുവിന്റെ മായയാൽ മോഹിപ്പിക്കപ്പെട്ട അവര് കാലദോഷം കൊണ്ട് ശുക്രാചാര്യരുടെ വാക്കുകളെ സ്വീകരിക്കാൻ സാധിച്ചില്ല. അവർക്കത് ബോധ്യമായില്ല. ഏവം തേ നിശ്ചയം കൃത്വാ തതോ ഭാർഗവമബ്രുവൻ. അങ്ങനെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ശുക്രാചാര്യരോട് അവര് തിരിച്ചു പറഞ്ഞു, അയം ഗുരുർനോ ധർമാത്മാ ബുദ്ധിദശ്ചഹിതേരത. ഇദ്ദേഹമാണ് ഞങ്ങളുടെ ഗുരു, നിങ്ങളൊന്നുമല്ല. ഇദ്ദേഹം ധർമാത്മാവാണ്, ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കാൻ വന്ന ആളാണ്, ഞങ്ങൾക്ക് ഹിതേരത, ഞങ്ങളുടെ ഹിതത്തിൽ, ഞങ്ങൾക്ക് നന്മ വരുന്നതിൽ താല്പര്യമുള്ള ആളാണ് ഇദ്ദേഹം. അതുകൊണ്ട് ഇദ്ദേഹമാണ് ഞങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ഗുരു. ശുക്രാചാര്യര് ഇദ്ദേഹം തന്നെയാണ്. ദശവർഷാണി സതതമയം നശാസ്തി ഭാർഗവ. ഈ ഭൃഗുപുത്രൻ
കഴിഞ്ഞ 10 വർഷമായി ഞങ്ങളെ നിത്യം ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊക്കോളൂ. ഗച്ഛത്വം കുഹകോ ഭാസി നാസ്മാകം ഗുരുരപ്യത. വേഗം ഇവിടുന്ന് പൊക്കോളൂ. നീ കുഹകനാണ്, വഞ്ചകനാണ്, ഞങ്ങളുടെ ഗുരുവുമല്ല നീ ഇവിടുന്ന് ഇപ്പൊ തന്നെ പൊക്കോളൂ എന്ന് ആ ദൈത്യന്മാര് ദേവഗുരുവിന്റെ മായയിൽ മോഹിതരായി അസുരഗുരുവായ തങ്ങളുടെ ഗുരുവായ ശുക്രാചാര്യരോട് തന്നെ പറഞ്ഞു. ഇത്യുക്ത്വാ ഭാർഗവം മൂഢ നിർഭത്സ്യ ച പുനഃ പുനഃ. മൂഢന്മാരായ അവര്, ആ ദൈത്യന്മാര്, അസുരന്മാര്, ദാനവന്മാര് ശുക്രാചാര്യരെ ഇത്യുക്ത്വാ ഭാർഗവം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഭാർഗവ ഗോത്രത്തിൽപ്പെട്ട ഇദ്ദേഹത്തിനോട്, ശുക്രാചാര്യരോട് വീണ്ടും വീണ്ടും അദ്ദേഹത്തെ നിർഭത്സ്യ, വീണ്ടും വീണ്ടും ചീത്ത പറഞ്ഞു, ശകാരിച്ചു. ജഗൃഹുസ്തം ഗുരും പ്രീത്യ പ്രണിപത്യാഭിവാദ്യ ച. പിന്നീടോ, പിന്നെ ശുക്രന്റെ വേഷം കെട്ടിയിരിക്കുന്ന ദേവഗുരുവിനെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അഭിവാദ്യം ചെയ്ത് നമസ്കരിച്ചു. യഥാർത്ഥ ഗുരുവിനെ അവർക്ക് മനസ്സിലായില്ല എന്ന് ചുരുക്കം. ആ മായയിൽ അവർ മോഹിതരായി. തന്നെ ആ ശിഷ്യന്മാര്, അസുരന്മാര് അല്ലെങ്കിൽ ദൈത്യദാനവന്മാര് വേണ്ട പോലെ ബഹുമാനിക്കിടില്ല എന്ന് വന്നപ്പോ കാവ്യസ്തു തന്മയാൻ ദൃഷ്ട്വാ ചുകോപാധശാപച. കാവ്യൻ, ശുക്രാചാര്യര്, ആ ദൈത്യന്മാര് ദേവഗുരുവിന് വിധേയരാണ്, അദ്ദേഹത്തിന്റെ ഉപദേശം കേൾക്കുന്നവരാണ്. ദൈത്യാൻ വിബോധിതാൻ മത്വാ ഗുരുണാ ചാതിവഞ്ചിതാൻ. അദ്ദേഹത്താൽ വളരെയധികം വഞ്ചിക്കപ്പെട്ടവരാണ്, ആ മായയിൽ മോഹിതരാണ് എന്ന് ഉറപ്പിച്ചിട്ട് ചുകോപാധ, ദേഷ്യമൊന്നും അദ്ദേഹത്തിന്, കോപമുണ്ടായി എന്ന് മാത്രമല്ല ശശാപച, അവരെ ശപിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ ദൈത്യദാനവന്മാരെ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു വേദനയുണ്ടല്ലോ, അവര് തന്നെ വേണ്ട പോലെ ബഹുമാനിക്കണില്ല, ദേവഗുരുവിനെ ബഹുമാനിക്കണു എന്നൊക്കെ മനസ്സിലായപ്പോൾ അവരെ അദ്ദേഹം ശപിച്ചു എന്ന് പറയുന്നു. ആ ശാപവൃത്താന്തമാണ് നമ്മൾ നാളെ അനുസ്മരിക്കുന്നത്. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.